ചരിത്രത്തിൽ നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. നിലവിലുള്ള വെടിനിർത്തൽ താൻ നീട്ടുകയാണ് എന്നുള്ള ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനമാണ് പുറത്തു വന്നത്. ഇവിടെ ചർച്ച നടന്നിട്ടില്ല, വെടിനിർത്തൽ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ഈ വിഷയവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചന നടന്നിട്ടില്ല. ഇറാൻ ആണെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോയിട്ടുമില്ല. അമേരിക്കയാണെങ്കിൽ അവരുടെ വരവ് കാത്തുകൊണ്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ലോകത്തിലെ ഒരു സാമ്രാജ്യം അപ്പാടെ തന്നെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറയപ്പെട്ട അമേരിക്കയും അതിൻ്റെ സംവിധാനങ്ങളും ഇറാൻ പോലെയുള്ള ഒരു മൂന്നാം ലോക രാജ്യത്തോട് തോറ്റ് തുന്നം പാടുന്നത് ഇതാദ്യമായിട്ടല്ല, കഴിഞ്ഞ 52 ദിവസമായിട്ട് ലോകം കാണുന്ന ദയനീയ കാഴ്ചയും അത് തന്നെയാണ്. തങ്ങൾ ചർച്ചയ്ക്കില്ല, അമേരിക്ക ചതിയന്മാരാണ്, പരസ്പരം ആദരവോടും ബഹുമാനത്തോടും കൂടി സംസാരിക്കാൻ അവർക്കറിയില്ല. ഭീഷണിയുടെ സ്വരത്തിലും ഭയപ്പെടുത്തുന്ന സ്വരത്തിലും അവർ സംസാരിക്കുന്നു. ഞങ്ങൾക്ക് ഭയപ്പാടില്ല, ഭീഷണിപ്പെടുത്തിയാൽ തങ്ങൾ ഭീഷണിപ്പെടുകയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വിജയത്തിലേക്കുള്ളതാണ്. ഞങ്ങൾ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. കുറേ ആളുകൾ മരണപ്പെട്ടു പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനെ തിരിച്ചടികൾ ഞങ്ങൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അത് സാധ്യമാണ് എന്ന തരത്തിലാണ്. ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നിർണായകമായിരിക്കുന്ന ദിവസം ഇന്നലെ ആയിരുന്നു. അപ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ബന്ധപ്പെട്ട ആളുകളും ഒരു സംഘം തന്നെ പാകിസ്ഥാനിലേക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു അയവും ഉണ്ടായിട്ടില്ല. പല ഘട്ടങ്ങളിലായി പാകിസ്ഥാൻ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചെങ്കിലും അവർ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതോടനുബന്ധിച്ച് ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയുടെ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വളരെ പ്രസിദ്ധമായിട്ട് തന്നെ വന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഞങ്ങൾ പ്രദർശിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്ത ആയുധങ്ങളുടെ വിവരങ്ങൾ മാത്രമേ അമേരിക്കക്കും ലോകത്തിനും അറിയൂ. ഞങ്ങൾ പരിചയപ്പെടാത്തതും തങ്ങൾ പരസ്യപ്പെടുത്താത്തതുമായിരിക്കുന്ന വലിയൊരു ആയുധ ശൃംഖല തങ്ങളുടെ ഈ സുരക്ഷിത മേഖല ഉറങ്ങുകയാണ്. പർവ്വതത്തിൻ്റെ തായ്വാരത്ത് ഞങ്ങൾ സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്ന ആയുധങ്ങളിലെ 10% പോലും നിലവിലെ സാഹചര്യത്തിൽ പുറത്തെടുത്തിട്ടില്ല. ഞങ്ങൾ യുദ്ധത്തിനാണ് തയ്യാറാണ്, സമാധാനത്തിന് വേണ്ടിയല്ല. ശാന്തവും കൃത്യവുമായിരിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുകയാണെങ്കിൽ ഓക്കെ, അത് തയ്യാറാണ്. നിലവിൽ വെടിനിർത്തൽ ഉണ്ടായ സമയത്ത് തന്നെയാണ് അമേരിക്ക തങ്ങളുടെ കപ്പലിനെ പിടിച്ചെടുത്തത്. അത് അവർ വെടിനിർത്തൽ ലംഘിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇതൊരു നാടകമാണ്. അതല്ലാതെ ഇതൊരു പൂർണ്ണമായ രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി അമേരിക്ക ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു വിശ്വാസമൊന്നുമില്ല. ആ കാര്യം കൂടി ലോകം മനസ്സിലാക്കണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ട്രംപ് സോഷ്യൽ ട്രൂത്തിൽ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ പറയപ്പെട്ട 2-3 കാര്യങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിത്യേന $500 മില്യൺ ഹോർമുസ് കടൽ വഴി ഇറാൻ സമ്പാദിക്കുന്നു, കച്ചവടം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് തെറ്റായിരിക്കുന്ന കീവാക്കാണ്. അപ്പോൾ ഞങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്നതിൻ്റെ അസൂയ പൂണ്ടിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യം പറയുന്നത് എന്നത് ക്ലിയറാണ്. ഹോർമുസ് കടൽ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെതാണ്. ആ മേഖലയുടെ കപ്പൽ എങ്ങനെ പോകണം, എങ്ങനെ പോകരുത്, ആര് പോകണം എന്നുള്ള തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇത്രയും കാലം അവിടെ നിന്ന് ഈ ചുങ്കം വാങ്ങുകയോ പണം വാങ്ങുകയോ അതൊന്നും ചെയ്തിട്ടില്ല. അത് വാങ്ങാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അവരാണ് എന്ത് ചെയ്തത്? ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. അപ്പോൾ ഹോർമുസ് എന്ന് പറയുന്ന കടൽ ഞങ്ങളുടെ തീരവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എല്ലാ രാജ്യത്തും അവരവരുടെ കടലുകൾ അവരുടെ തീരവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നിയന്ത്രണം അവർക്കുള്ളതുപോലെ തന്നെ ആണ് എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറം അവർ ഞങ്ങൾക്കെതിരെ കർക്കശമായിരിക്കുന്ന നടപടികൾ എടുത്തു. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പുറത്തോട്ട് പോകുന്ന കപ്പലിനെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ്. ആ കരാറിൻ്റെ ലംഘനം അവരിന്നും തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് വലിയ ആകാംക്ഷയൊന്നുമില്ല. തങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷയില്ല. ഞങ്ങൾ അതുകൊണ്ട് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇറാനിൽ ഇപ്പോൾ രണ്ടാമത് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത്, ഞാനിപ്പോൾ ഈ വെടിനിർത്തൽ നീട്ടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അമേരിക്കയുടെ ഈ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവിയായിരിക്കുന്ന അസീം മുനീറും തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പറയപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: ഇറാനിലെ സൈനികരും സർക്കാരും തമ്മിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവർക്കൊരു ഏകോപനത്തിൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. പല കാര്യത്തിലും അഭിപ്രായ ഭിന്നതയാണ്. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിതവാദികളായിരിക്കുന്ന ആളുകൾ, ആയത്തുള്ള അലി ഖംനായി അടക്കമുള്ള രാജ്യത്തിൻ്റെ സമുന്നതരായിരിക്കുന്ന നേതാക്കളൊക്കെ അമേരിക്ക കൊലപ്പെടുത്തി. അത് അയാളോടൊപ്പമുള്ള ഒരു സംഘം തന്നെ ഇല്ലാതായി. 10-ലധികം ആളുകൾ, ചില റിപ്പോർട്ടിനകത്ത് 20ഓളം ആളുകൾ എന്ന് പറയുന്നുണ്ട്. ആ നേതൃത്വ ശൃംഖല തന്നെ അങ്ങനെ തന്നെ നശിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ഇല്ലാതാക്കിയപ്പോൾ നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് വലിയ സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോയത്.
സമാധാന പ്രേമികളായിരിക്കുന്ന നേതൃത്വ നിര അപ്പാടെ തന്നെ ഇല്ലാതായതോടുകൂടി തീവ്ര ചിന്താഗതികളായിരിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് ഭരണ സംവിധാനം ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ഭരണ നേതൃത്വം സൈനികരെ നിയന്ത്രിക്കുന്നതിന് വ്യത്യസ്തമായ രീതിയിൽ സൈനിക നേതൃത്വം ഭരണത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. IRGC എല്ലാ വിഷയത്തിലും ഇടപെടുന്നു. ഇതിനു മുൻപ് അങ്ങനെ ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാരിനപ്പുറം സൈനികരുടെ ഭരണ നിയന്ത്രണത്തിലാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഉള്ളത് എന്നതിനാൽ വളരെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാനൊന്നും സാധിക്കില്ല. നമ്മൾ വാശി പിടിച്ചിട്ടോ ബലം പിടിച്ചിട്ടോ ഇതുകൊണ്ട് പ്രയോജനമില്ല. വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും നമ്മൾക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് പാകിസ്ഥാൻ അമേരിക്കയോട് പറഞ്ഞു എന്നുള്ളതും തങ്ങൾ ആ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയപ്പെട്ട വെടിനിർത്തൽ സംബന്ധമായ കാര്യങ്ങൾ നീട്ടാൻ വേണ്ടി തീരുമാനിച്ചത് എന്നും അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നു. എന്നിട്ട് അദ്ദേഹം തുടർന്ന് സോഷ്യൽ ട്രൂത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാൻ എപ്പോഴാണോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്, ആ തയ്യാറാകുന്നത് വരെ ഇത് തുടരും എന്നുള്ളതാണ്. അതായത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു കൃത്യമായിരിക്കുന്ന ഒരു അവധി, ഒരു സമയം പറഞ്ഞിട്ടൊന്നുമില്ല, അത് നീട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ഇത് ചെയ്തത്. ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറാൻ കുറച്ചുകൂടി കർക്കശമായ രീതിയിലുള്ള ചില നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അഥവാ തങ്ങളുടെ കപ്പലിനെ വിട്ടുതരണം. ഇതിനോടനുബന്ധിച്ച് തന്നെ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഇറാൻ്റെ കപ്പൽ പിടിച്ചെടുത്തതിൽ നിന്ന് അതിലെ ജീവനക്കാരെ മോചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്കയും അതേ തത്തുല്യമായ രീതിയിൽ തന്നെ പറയുന്നു. അതോടൊപ്പം പറയുന്നു IRGCയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും കപ്പലിൽ ഉണ്ടെങ്കിൽ യുദ്ധ കുറ്റവാളിയായിട്ട് പിടിക്കപ്പെടുകയും ജയിലടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിന് ഇറാൻ്റെ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ ഒരു സൈനികരെ പിടിക്കാനുള്ള അധികാരം അമേരിക്കയ്ക്കില്ല. അത്തരമൊരു സംഭവം നടന്നാൽ മാരകമായിരിക്കുന്ന യുദ്ധത്തെ വീണ്ടും അമേരിക്ക അനുഭവിക്കേണ്ടി വരും. പേർഷ്യൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് സങ്കീർണമായിരിക്കുന്ന സ്ഥിതിവിശേഷം അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ മേഖലയിൽ ഊന്നിയിരിക്കുന്ന പ്രവൃത്തി തന്നെയാണ് തങ്ങൾ ചെയ്യാൻ പോകുന്നത്. അഥവാ ഈ മേഖലയിൽ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ അവരുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള ജീവനക്കാർ വളരെ പെട്ടെന്ന് തന്നെ മാറണം. തങ്ങൾ ആ മേഖല ആക്രമിക്കും എന്ന് പറയപ്പെടുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിലപാട് പറഞ്ഞാൽ 1 മണിക്കൂറോ 2 മണിക്കൂർ കൊണ്ട് നിലപാടിൽ മാറ്റം ഉണ്ടാവാം, അല്ലെങ്കിൽ പറയുന്ന നിലപാട് നേരെ വിരുദ്ധമായിട്ട് പറയാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ എന്തെങ്കിലും നിലപാട് പറഞ്ഞാൽ ആ നിലപാട് അപ്പടി തന്നെ അത് പ്രവർത്തനക്ഷമമാക്കും എന്നതിനാൽ അത് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്നു. ഇത്രയും ഏകദേശം 20-ലധികം കപ്പലെങ്കിലും ഈ മെഡിറ്ററേനിയൻ കടലിൽ ചേർന്നുകൊണ്ട് ഇപ്പം നിലവിലുണ്ട്. അതിൽ ജീവനക്കാരോട് മാറി നിൽക്കാൻ പറയുന്ന സമയത്ത് ഏകദേശം 1000-ലധികം ആളുകളുണ്ടാവും. അവർക്കും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയാം, ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും പാകിസ്ഥാൻ ഇറാനുമായിട്ട് സംസാരിച്ചതിൽ അവർ പറയുന്നു അവർ മുന്നോട്ട് വെക്കപ്പെട്ട യാതൊരു കാര്യവും തങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഒന്ന് അവർ പറഞ്ഞത് അവർ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരണം, അത് നിയന്ത്രിക്കണമെന്നാണ്. തങ്ങളുടെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിയന്ത്രിക്കണമെന്ന് പറയാൻ അമേരിക്കയ്ക്ക് അധികാരമില്ല. അതുകൊണ്ട് അത് അപ്പടി അങ്ങനെ തന്നെ തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട അതിന് പൂർണ്ണമായ അധികാരം തങ്ങൾക്കാണ്. മാത്രവുമല്ല അത് ടോൾ പിരിക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ട്. അതിന് അവർ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം തങ്ങളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില തകർന്നു പോയിരിക്കുന്നു, തകർച്ചയിലാണുള്ളത്. പുനരുദ്ധാരണം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക ആവശ്യമുണ്ട്. അത് ഇതല്ലാത്ത മറ്റൊരു പോംവഴിയില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയങ്ങളിൽ നിന്നോ നിലപാടിൽ നിന്നോ സമീപനത്തിൽ നിന്നോ യാതൊരു മാറ്റമില്ല എന്നുള്ളതും മാറ്റം വരുത്തേണ്ടത് അമേരിക്കയാണ്. അങ്ങനെ അവർ മാറ്റം വരുത്തിയാൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് ഇറാനിൻ്റെ പ്രതിനിധി പാകിസ്ഥാനോട് പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പുറത്ത് വരുന്നത്.